ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ചുരിദാറിലൊരു വർക്കാണ് കാണിക്കുന്നത്. അതിന് നെക്കിൻ്റെ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു സാറ്റിൻ സ്റ്റിച്ചാണ്. ഇതിന് പകരം നമുക്ക് ചെയിൻ സ്റ്റിച്ചോ വേറെ ഏത് സ്റ്റിച്ചാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെങ്കിൽ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഒരു ജൂട്ടിൻ്റെ മെറ്റീരിയലാണ്, ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇതിനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് കാണാനായിട്ട് കൂടുതൽ ഭംഗിയുണ്ടാകും. ഇപ്പോൾ സൂചിയും നൂലും വെച്ച് നമ്മൾ ക്ലോത്തിൽ തുന്നുന്നില്ല, വെറുതെ തുന്നിയ ഭാഗത്ത് മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഓവർലാപ്പിംഗ് രീതിയിൽ. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഏകദേശം നമുക്കൊരു 6-7 നൂലാണ് വരുന്നത്. അതിൽ നിന്ന് 3 നൂല് മാത്രം വെച്ചാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അതായിരിക്കും ഈ ഒരു വർക്ക് കാണാനായിട്ട് കൂടുതൽ ഭംഗി. ഒരു ഫ്ലവർ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലൊന്ന് ഒരു ബുള്ളിയൻ നോട്ട് ചെയ്തെടുക്കാം. ചെയ്യാൻ പോകുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഒരു നീഡിൽ കൂടെ വേണം. നീഡിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് നീഡിലായാലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്യാറ്. അതിൽ നിന്ന് വ്യത്യാസമായി ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ത്രെഡിനെ ഒന്ന് തിരിച്ച് നമുക്ക് ഈ 2 നീഡിലും ഒരേപോലെ കയറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസിനൊരല്പം വലിപ്പം കൂടുതൽ കിട്ടും. ഇതിന് പകരം ഒരു നീഡിൽ വെച്ചും ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പെറ്റൽസിൻ്റെ ഒരല്പം വീതി അതൊരല്പം കുറവായിരിക്കും. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കി എല്ലാ മെത്തേഡും നമ്മൾ ബുള്ളിയൻ റോസൊക്കെ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം.
ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫ്രഞ്ച് നോട്ട് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്താൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഫ്ലവർ കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ ഡ്രസ്സിലും നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ ഫ്ലവർ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. അതിന് പകരം ഇനിയിപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്താലും ഈ ഒരു വർക്ക് കാണാനായിട്ട് ഭംഗിയുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത സ്ഥലത്ത് ഒരല്പം വലിയ ഫ്ലവർ ആയതുകൊണ്ട് ഞാൻ ബുള്ളിയൻ നോട്ടാണ് ചെയ്തത്. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് 2 നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ത്രെഡിന് 2 നീഡിലും ചുറ്റിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ചെറിയൊരു ഫ്ലവർ ഇവിടെയും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ചെറിയൊരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരത്തെ ചെയ്ത ഭാഗത്ത് ഇവിടെ ഒരു 3 ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഐഡിയാസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.